ഹായ്, ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചാൻ്റെ വകയാണ്. അപ്പോൾ ഇച്ചാൻ ഒരു സ്പെഷ്യൽ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി വെക്കാറുണ്ട് കേട്ടോ, നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പം ഞങ്ങളിവിടെ നോർമലി എപ്പോഴും തന്നെ പുട്ടാണ് ഉണ്ടാക്കാറ്. പുട്ട് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഇച്ചാൻ ഡ്യൂട്ടി നൈറ്റ് കഴിഞ്ഞ് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവം ചെയ്യുന്നത്. പിന്നെ ഈ പിള്ളേർക്ക് സ്കൂളുള്ളതും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് തന്നെ പറ്റത്തില്ല. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ ഇച്ചാനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ എന്നാൽ ഇച്ചാൻ്റെ രീതിയിലുള്ളൊരു ഇതിപ്പം മസാലയെല്ലാം മൂപ്പിച്ച് അവസാനമായിട്ടാണ് ഈ ഗ്രീൻ പീസ് ചേർക്കുക കേട്ടോ. അപ്പം ഞാൻ വെക്കുമ്പോൾ ഗ്രീൻ പീസ് ആദ്യം വേവിച്ച് വെച്ചിട്ട് പിന്നെ മസാല ചേർത്ത് റെഡിയാക്കുവാണ്. അപ്പോൾ ഇത് ഇച്ചാൻ്റെ ഒരു സ്പെഷ്യൽ രീതിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് നല്ല ആ മസാലയൊക്കെ നല്ലപോലെ ഗ്രീൻ പീസിൽ പിടിക്കും. പിന്നെ ഗ്രീൻ പീസ് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോകത്തില്ല. അപ്പം നമ്മൾ പിറ്റേ ദിവസത്തേനാണെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ കുഴഞ്ഞിരിക്കുമ്പോൾ ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു ചീത്തയാകുന്ന പോലെ നമുക്ക് തോന്നും. ചീത്തയാകത്തില്ല, പക്ഷേ നമുക്കൊരു സുഖമില്ല. അപ്പോൾ ഇതാകുമ്പം ഗ്രീൻ പീസൊക്കെ നല്ലപോലെ അത്യാവശ്യത്തിന് വേകുകയും ചെയ്യും. മസാലയൊക്കെ പിടിച്ച് ഉപ്പും മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്ന ഗ്രീൻ പീസ് കറിക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ കടലക്കറി ചായം വെക്കാറുണ്ട്. നല്ല അടിപൊളിയാണ് കടലക്കറി വെക്കുന്നത്. അപ്പം ഞാനാണെങ്കിൽ മെറ്റേണിറ്റിയിൽ ഡെലിവറി ആയി കിടന്ന സമയത്ത് ഇച്ചാൻ എനിക്ക് ആ കടലക്കറി വെച്ച് തന്നു. അതിൻ്റെ എൻ്റെ നാക്കിൽ ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റാണ് കടലക്കറി. അപ്പോൾ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി. അപ്പം പിള്ളേർ ടോസ്റ്റ്, വീറ്റബിക്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അവർ രാവിലെ അവർക്ക് പുട്ടൊന്നും കഴിക്കാൻ പറ്റത്തില്ല, ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോവുള്ളൂ. അപ്പം ഞങ്ങളുടെ പുട്ടും ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം പുട്ട് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പുട്ടിൻ്റെ കൂടെ പല കോംബോകളുണ്ട്. പിന്നെ നമ്മുടെ പുട്ടിൻ്റെ കൂടെ എല്ലാം പോകും, ഇറച്ചി, മീൻ എല്ലാം പോകും. അപ്പം രാവിലെ ഇറച്ചിയൊക്കെ കഴിക്കുന്നതിലും നല്ലത് ഇതുപോലെ പുട്ട്, കടല പുട്ട്, ഗ്രീൻ പീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതാണല്ലോ.